നമുക്ക് സ്ഥിരമായ ഒരു വരുമാനം ഉണ്ടാവുക എന്നതാണ് ഒരു സാമ്പത്തിക ആസൂത്രണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ആസ്തികൾ കെട്ടിപ്പടുക്കുന്നതല്ല. ആളുകൾ കാണുന്ന ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത് വരുമാന ശേഖരണത്തിന് പുറകെ ഉം, പോകുന്നതിന് പകരം അവർ ആസ്തികൾ ശേഖരിക്കുന്നു എന്നാണ്. അതായത് അസറ്റ് ക്രിയേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അവരുടെ ശ്രദ്ധ. പലരും സ്വത്ത് സ്വന്തമാക്കിയിട്ടുണ്ട്, പക്ഷെ അതിന്റെ മെയിന്റനൻസും മറ്റുമായിട്ട് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യുന്നു. ചില ആളുകൾ ഓഹരികൾ കൈവശം വെച്ചിട്ടുണ്ട്, പക്ഷെ മാർക്കറ്റിൽ വരുന്ന ചാഞ്ചാട്ടം അല്ലെങ്കിൽ വിപണിയിലുള്ള മാറ്റങ്ങൾ അവരെ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുകയും ചെയ്യും. മാറ്റങ്ങൾ നിയന്ത്രണങ്ങൾ ഇല്ലാതെ ഇപ്പോഴും പെൻഷനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളുമുണ്ട്. അപ്പൊ ഈ തെറ്റുകളാണ് നടത്തുന്നത്. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ സ്വത്ത് ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ വിപണിയിൽ അല്ലെങ്കിൽ ഷെയറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ പെൻഷനെ ആശ്രയിക്കുന്നത്, ഇതൊക്കെ ഒരു തരത്തിൽ ഫിനാൻഷ്യൽ തിയറിയാണ്. പക്ഷെ ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻകത്തിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. സമ്മർദ്ദരഹിതമായ ഒരു വിരമിക്കൽ ഉറപ്പാക്കാനായിട്ട് 6 രീതിയിലുള്ള വരുമാനം അല്ലെങ്കിൽ സ്രോതസ്സുകൾ നമുക്ക് ആവശ്യമാണ്. നിർഭാഗ്യവശാൽ 5 എണ്ണം മാത്രമേ എല്ലാവരുടെ കയ്യിൽ കാണാറുള്ളൂ. 6ാമത്തത് പലരും അവോയ്ഡ് ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം. 5 ഇൻകം സോഴ്സസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻകം ഫ്രം ഇൻട്രസ്റ്റ്, നമ്മൾ ബാങ്കിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്ത അതിനകത്ത് നിന്നും കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണ് ആ ഒരു ഇൻകം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പെൻഷനിൽ നിന്ന് കിട്ടുന്ന ഇൻകം. പിന്നെ വരുന്നത് പ്രോപ്പർട്ടിയിലുള്ള പ്രോപ്പർട്ടിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും, പക്ഷെ അതിൽ നിന്ന് കൃത്യമായ ഒരു വരുമാനം നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ അതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാകുന്നു. അതേസമയം ഇൻകം ഫ്രം ഇക്വിറ്റീസിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, പക്ഷെ അതിന്റെ ഒരു സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഉറപ്പാക്കാൻ സാധിക്കില്ല. അത് ഫ്ലക്ച്വേഷൻസ് വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഒരു ഗ്യാരണ്ടീഡ് എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. അതേപോലെ തന്നെ ബോൺസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ റിസ്ക് ഒന്നുമില്ല, പക്ഷെ കൃത്യമായ ഒരു റിട്ടേൺ അതിൽ നിന്ന് കിട്ടും എന്നൊന്നും നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റില്ല. 6ാമത്തെ സോഴ്സ് എന്ന് പറയുന്നത് ഇൻകം ഫ്രം ആന്വിറ്റി അല്ലെങ്കിൽ എൻഡോമെന്റ് പ്ലാൻ. അതും അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി, നമ്മുടെ ഇൻകത്തിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള ഒരു സെക്യൂരിറ്റി, അതായത് റിട്ടേൺ നമുക്ക് കൃത്യമായ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള റിട്ടേൺ ജീവിതകാലം മുഴുവൻ കിട്ടുന്നു എന്നുള്ള ഒരു ഉറപ്പ്. ഇതാണ് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം. പക്ഷെ പലരും ഈ ലാസ്റ്റ് പറഞ്ഞ ആ ഒരു ഗ്യാരണ്ടി റിട്ടേൺ ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇൻവെസ്റ്റ് ചെയ്യുകയും അത്തരം സോഴ്സ് ഉണ്ടാക്കി വെക്കുകയും ചെയ്യും. പക്ഷെ അതുകൊണ്ട് തന്നെ അവരുടെ റിട്ടയർമെന്റ് ലൈഫിലേക്ക് എത്തുമ്പോഴത്തേക്കും വല്ലാതെ സ്ട്രഗിൾ ചെയ്യുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക, നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ആസ്തിയാണുള്ളത്, ഈ സോഴ്സ് ആണ്, ഇൻകം സോഴ്സ് ആണോ ഉള്ളത്, നിങ്ങൾക്ക് അതിൽ നിന്ന് എന്താണ് ലഭിച്ചിരിക്കുന്നത് നമുക്കുള്ളത് താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കും ടിപ്സിനും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക, ഫോളോ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ ടേക്ക് കെയർ.